ഇനി ഞാനൊരു കേസ് പറയാം. ഓക്കെ, ഒരു കേസാണ്. ഒരു ഹൈലി സക്സസ്ഫുൾ ബിസിനസ്മാൻ. ഓക്കെ, അയാൾക്ക് 45 വയസ്സുണ്ട്. അയാൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള സൈക്കാട്രിക് ഡിസോർഡേഴ്സിന്റെ ഒന്നും ഹിസ്റ്ററി ഒന്നുമില്ല, മറ്റു രോഗങ്ങളൊന്നും വന്നിട്ടില്ല മുമ്പ്. അപ്പോൾ അയാള് കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് മുമ്പ് കാണിച്ചിരുന്ന അല്ലെങ്കിൽ മുമ്പ് പെരുമാറിയിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പെരുമാറുന്നത്. യൂഷ്വൽ സെൽഫ് അല്ല. ഓക്കെ, ചില വ്യത്യാസങ്ങൾ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നോട്ടീസ് ചെയ്യുന്ന വ്യത്യാസങ്ങൾ? ഹി സീംഡ് ഡ്രിവൺ അറ്റ് വർക്ക്. ജോലിയിലൊക്കെ കൂടുതൽ എക്സൈറ്റ്മെന്റ്, കൂടുതൽ എന്താ പറയുക, കമ്മിറ്റ്മെന്റ്, കൂടുതൽ ജോലികൾ ചെയ്യുന്നു. ഓക്കെ, ഹിസ് വർക്കിംഗ് അവേഴ്സ് ഗ്രാജുവലി ഇൻക്രീസ്ഡ് അൺടിൽ ഫൈനലി ഹി വാസ് സ്ലീപ്പിംഗ് ഓൺലി 2 to 3 hours എ നൈറ്റ്. ഒരു രാത്രി 2-3 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ, ബാക്കി സമയം മുഴുവൻ വർക്കഹോളിക് ബിഹേവിയർ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലേക്ക് പുള്ളി മാറുന്ന ഒരു അവസ്ഥ, ആ ഒരു ചേഞ്ച് കാണുന്നു. ഇറിറ്റബിൾ ആൻഡ് ബിഗാൻ ടു എൻഗേജ് ഇൻ അൺകാരക്ടറിസ്റ്റിക് സ്പ്രീസ് ഓഫ് സ്പെൻഡിങ് ബിയോണ്ട് ഹിസ് മീൻസ്. ഓവർ സ്പെൻഡിങ്, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക, അല്ലെ, പെട്ടെന്ന് ദേഷ്യപ്പെടുക തുടങ്ങിയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നു. ഒരുപാട് പൈസയൊക്കെ ചെലവാക്കുന്നു, ആ രീതിയിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പുള്ളിയുടെ അഭിപ്രായത്തിൽ പുള്ളി എക്സ്ട്രീംലി പ്രൊഡക്റ്റീവ് ആണ്, 5 ആൾക്കാരുടെ ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പക്ഷെ ബോസിന് എന്താ പറയാ, ചെറിയൊരു കൺസേൺ ഉണ്ട്, ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ബോസിന് അറിയില്ല. ബോസ് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ബോസിന് ഒരു പേടിയുണ്ട്, ഈ വർക്ക് കുറെ ചെയ്യുന്നുണ്ടെങ്കിലും വർക്കിന്റെ ക്വാളിറ്റി ഒക്കെ ബാധിക്കപ്പെടുന്നുണ്ട് എന്ന് ഒരു കൺസേൺ ബോസിനുണ്ട്. പിന്നെ പുവർ ബിസിനസ് ഡിസിഷൻസ് ഒക്കെ ഇയാൾ എടുക്കുന്നുണ്ട്, ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങളും പഴയ പോലെ എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ബോസ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കേസായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നെങ്കിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്തായിരിക്കും, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡയഗ്നോസിസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. മാനിക്, ഓക്കെ. വേറെന്തെങ്കിലും? ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേസസ് വരിക. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, ഭാവിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കേസസ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും വരിക. ഇത് റിയൽ ആയിട്ട് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഇങ്ങനത്തെ സിംറ്റംസ് ആയിട്ട് ഒരു വ്യക്തി വന്നപ്പോൾ ഒരുപാട് സൈക്കാട്രിസ്റ്റുകളെയും സൈക്കോളജിസ്റ്റുകളെയും കണ്ടു. അപ്പോ ആരാണ് ആൻസർ പറഞ്ഞ ആള്? ആഷിക ജോർജ് പറഞ്ഞ പോലെ തന്നെ മാനിയ എന്നുള്ളൊരു മാനിക് എപ്പിസോഡാണ് സാധ്യത, ബൈപ്പോളാർ ഡിസോർഡർ ആണ് ആ വ്യക്തിക്ക് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഡയഗ്നോസിസ് കൊടുത്തത്. ഓക്കെ, കുറെ ഡയഗ്നോസിസ് ഈ മാനിയ എന്നുള്ള രീതിയിൽ കൊടുത്തു. മാനിയ ട്രീറ്റ് ചെയ്യാൻ തരത്തിൽ എന്താ പറയാ, മരുന്നുകളും തെറാപ്പീസും ഒക്കെ കൊടുത്തു തുടങ്ങി. പക്ഷെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നില്ല. ഓക്കെ, ആ രീതിയിൽ മുൻപോട്ട് പോയിരുന്ന സമയത്താണ് ഒരു സൈക്കാട്രിസ്റ്റ് സിവിയർ ഹെഡ് ഏക്സ്, അതായത് ഇയാൾക്ക് ഇടയ്ക്ക് തലവേദന വരുന്നുണ്ട് എന്നുള്ളൊരു സിംറ്റം ഒരു സൈക്കാട്രിസ്റ്റ് ശ്രദ്ധിച്ചു. അയാൾ ഈ സിവിയർ ഹെഡ് ഏക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഡോക്ടർ സജസ്റ്റ് ചെയ്തു ഈ വ്യക്തിയോട് ഒരു ബ്രെയിൻ സ്കാൻ ചെയ്ത് നോക്ക്, എന്തെങ്കിലും തലച്ചോറിന് ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോഴാണ് തലച്ചോറിൽ അയാളുടെ ബ്രെയിനിൽ 5 ട്യൂമേഴ്സ് ഉള്ളതായിട്ട് കണ്ടത്. പിന്നെ അയാളെ ഈ സർജറി ഒക്കെ ചെയ്തിട്ട് ഈ ട്യൂമേഴ്സ് റിമൂവ് ചെയ്ത് റീഹാബിലിറ്റേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ അയാൾ തിരിച്ചുപോയി. അപ്പൊ നോക്ക്, നോർമൽ ആയിട്ടുള്ള രീതിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് സൈക്കാട്രിക് ഇൽനെസിന്റെ സിംറ്റംസ് വരികയാണ്. അധികം ആൾക്കാരും ഡയഗ്നോസിസ് കൊടുത്തത് മാനിയ അല്ലെങ്കിൽ ബൈപ്പോളാർ ഡിസോർഡറിന്റെ സിംറ്റംസ് ആയതുകൊണ്ട് ആ രീതിയിലുള്ളൊരു ഡയഗ്നോസിസ് ആണ് കൊടുത്തത്. പക്ഷെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രോഗമാണ്, അല്ലെ, ബ്രെയിനിലൊരു ട്യൂമറാണ്. തലച്ചോറിന് ഒരു ട്യൂമർ ബാധിച്ചപ്പോൾ അയാളുടെ ബിഹേവിയർ, ഇമോഷൻസ് എല്ലാത്തിനെയും അത് ബാധിച്ചു. നമ്മൾ ഫീനിയസ് ഗേജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കേസ് സ്റ്റഡി പഠിക്കാറുണ്ട് സൈക്കോളജി സ്റ്റുഡൻസ്. അയാളുടെ തലച്ചോറിൽ ഒരു ഇരുമ്പ് തണ്ട് പ്രവേശിച്ചപ്പോൾ അയാൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറി, പേഴ്സണാലിറ്റി. അതേപോലെ തന്നെ ഇവിടെ ഒരു ട്യൂമർ വന്നപ്പോൾ ഈ വ്യക്തിയുടെ ബിഹേവിയർ കംപ്ലീറ്റ്ലി മാറി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് ന്യൂറോ കൊഗ്നിറ്റീവ് ഡിസോർഡർ എന്ന് നമ്മൾ വിളിക്കുന്ന, തലച്ചോറിനെ ബാധിക്കുന്ന, അത് കാരണം ഈ എന്താ പറയാ, ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന രോഗത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനെ പഠിക്കേണ്ടതിന്റെ സിഗ്നിഫിക്കൻസ് ഇതാണ്, ഈ രോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ റോങ് ആയിട്ട് ഡയഗ്നോസിസ് കൊടുത്തിട്ട് തെറ്റായ രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുക. ആ വ്യക്തിയുടെ അസുഖം ഒരിക്കലും മാറിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറയും 3.5 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു സാധനം നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഇരിക്കുന്നുണ്ട്. ഈ ഒരു 3.5 കിലോഗ്രാം വെയിറ്റ് വരുന്ന സാധനത്തെ കുറിച്ചാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതും ഞാൻ ക്ലാസ് എടുക്കുന്നതും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങളുടെ സെൽഫ് കൺസെപ്റ്റ് ഇരിക്കുന്നതും എല്ലാം ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ്, വേറെ ഒന്നുമില്ല.
നിങ്ങളുടെ കോൺഷ്യസ്നെസ്, നിങ്ങളുടെ മെമ്മറി, നിങ്ങളുടെ മൈൻഡ്, ഇതെല്ലാം ഈ ഒരു 3.5 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു സാധനത്തിലാണ് ഇരിക്കുന്നത്. ബ്രെയിനിനെ കുറിച്ച് പഠിക്കാൻ വരെ ബ്രെയിൻ യൂസ് ചെയ്യുന്നത് ബ്രെയിൻ തന്നെയാണ്. അതായത് ആ ഓർഗനെ കുറിച്ച് പഠിക്കാൻ വരെ ആ ഓർഗൻ തന്നെ യൂസ് ചെയ്യുന്നു. അത്രയും എന്താ പറയാ, അത്ഭുതകരമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ബ്രെയിനിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് വന്നാൽ പോലും മെന്റൽ ഡിസോർഡേഴ്സ് പോലത്തെയുള്ള സിംറ്റംസ് ഒക്കെ വരാം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നുള്ള പേരിൽ നമ്മൾ കുറച്ച് ഡിസോർഡേഴ്സ് നോക്കിയില്ലേ? അത് കുട്ടിക്കാലത്ത് ഡെവലപ്മെന്റൽ സ്റ്റേജിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ മൈൽ സ്റ്റോൺസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വരുന്ന ഡിസോർഡർ എന്നുള്ള രീതിയിലാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുട്ടിക്കാലത്ത് തന്നെ വരണമെന്നില്ല, ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും വരാം. ഓക്കെ, അത്തരത്തിലുള്ള ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിനെയാണ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഈ വ്യക്തിയുടെ കേസിൽ പറഞ്ഞതുപോലെ ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജ് പറ്റുക, എന്തെങ്കിലും ട്രോമ, ഫിസിക്കൽ ആയിട്ടുള്ള ഡാമേജ്, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് ഉള്ളിൽ ചെന്നിട്ടുള്ള ഡാമേജ്, സ്ട്രോക്ക്, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ തന്നെ ബിഹേവിയർ, മൂഡ്, പേഴ്സണാലിറ്റി ഇതെല്ലാം കംപ്ലീറ്റ്ലി മാറാം. ഓക്കെ, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ എൻറ്റയർ ലൈഫ് എന്ന് പറയുന്നത് ആ 3 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആ ജെല്ലി പോലത്തെ സാധനത്തിലാണ് ഇരിക്കുന്നത്. അതിന് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ കംപ്ലീറ്റ് ലൈഫിലുള്ള എല്ലാ സാധനങ്ങളും മാറാം എന്നുള്ളൊരു പോയിന്റ് എല്ലാവരും ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈവൻ ദോ ഇതേപോലത്തെ കേസസ് ഈ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സിന്റെ അണ്ടറിൽ വരുന്നുണ്ടെങ്കിലും ഈ ബ്രെയിനിൽ ചേഞ്ചസ് വരുന്നത് കാരണം മാനിയ പോലത്തെ കാര്യങ്ങൾ കാണിക്കുന്നതും, ബ്രെയിനിൽ ചേഞ്ചസ് വരുന്നത് കാരണം സൈക്കോസിസ് കാണിക്കുന്നതൊക്കെ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സിൽ വരുന്നുണ്ടെങ്കിലും നമ്മുടെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത് കൊഗ്നീഷനിൽ വരുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഡിസോർഡേഴ്സ് ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. കൊഗ്നീഷനിലുള്ള ചേഞ്ച് എന്ന് പറയുമ്പോൾ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, മെമ്മറി, അതേപോലെ മസ്കുലർ മൂവ്മെന്റ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പെർസെപ്ഷൻ, അതിനെയൊക്കെ ബാധിക്കുന്ന എന്താ പറയുക ഡിസോർഡേഴ്സ് ആയിരിക്കും നമ്മൾ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം അതിനൊക്കെയാണ് ഓരോ പേര് കൊടുത്തിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ളത് ഇതേപോലത്തെ കേസസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം എന്നല്ലാതെ ഇത്തരത്തിലുള്ള ഓർഗാനിക് മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അൽഷൈമേഴ്സ് പോലെയോ അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസ് പോലെയുള്ള കൊഗ്നീഷനെ ബാധിക്കുന്ന രോഗങ്ങളായിരിക്കും. ഈ രോഗങ്ങളിലൊക്കെ തന്നെ ബിഹേവിയർ, മൂഡ് ആൻഡ് പേഴ്സണാലിറ്റിയും അഫക്റ്റഡ് ആകാൻ പറ്റില്ല എന്നില്ല. പക്ഷെ സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറ്റങ്ങൾ ആദ്യം കാണിച്ചു തുടങ്ങുക കൊഗ്നീഷനിലായിരിക്കും. അൽഷൈമേഴ്സിന്റെ കേസിൽ മെമ്മറിയിൽ മാറ്റങ്ങൾ വരുന്നത് പോലെ, പാർക്കിൻസൺസ് ഡിസീസിന്റെ കേസസിൽ ബോഡി മൂവ്മെന്റ്സിൽ മാറ്റങ്ങൾ വരുന്നത് പോലെ കൊഗ്നീഷനിലൊക്കെ ആയിരിക്കും, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ആയിരിക്കും മേജർ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്. ഈ സൈക്കോപത്തോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് അസോസിയേറ്റഡ് ആയിട്ട് ലേറ്റർ സ്റ്റേജസിലൊക്കെ വരാം. ഓക്കെ, അങ്ങനെ ജസ്റ്റ് അത് ആ ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കി വെക്കാം. ഇനി ഈ ഓർഗാനിക് മെന്റൽ ഡിസോർഡേഴ്സ് നിങ്ങൾ സിലബസിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇതിനോട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ഓർഗാനിക് മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇത് ആക്ച്വലി ഒരു പഴയ ടേം ആണ്. ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് ഇതിനെ വിളിക്കുന്നതിന് മുമ്പ് ആൾക്കാർ ഓർഗാനിക് മെന്റൽ ഡിസോർഡേഴ്സ് എന്നുള്ള പേരിലാണ് വിളിച്ചിരുന്നത്. ഓർഗാനിക് മെന്റൽ ഡിസോർഡേഴ്സ് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇതിനോടൊരു സിമിലർ ആയിട്ടുള്ള ഒരു ടേം തന്നെയാണ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ഓർഗാനിക് മെന്റൽ ഡിസോർഡർ. അപ്പോൾ സെയിം മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം രോഗങ്ങളിൽ ബ്രെയിനിന്റെ എന്തെങ്കിലും ഒരു ഭാഗം ഡാമേജ് ആവുകയാണ് ചെയ്യുക. ആ ഡാമേജ് ഡിഫ്യൂസ് ആവാം അല്ലെങ്കിൽ ലോക്കൽ ആകാം. ഡിഫ്യൂസ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് ബ്രെയിനിനെ മൊത്തം ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഡാമേജ് ആയിരിക്കാം. ബ്രെയിനിന്റെ എല്ലാ ഏരിയാസും ഒരേപോലെ നശിച്ചു തുടങ്ങുന്ന തരത്തിലുള്ള ഡാമേജ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലോക്കൽ, എവിടേക്കെങ്കിലും അടി കൊണ്ടിട്ടോ ആക്സിഡന്റ് കാരണമോ ഏതെങ്കിലും ബ്രെയിനിന്റെ ഏരിയയിൽ ഒരു സ്ട്രോക്ക് കാരണമൊക്കെ ചെറിയൊരു ബ്രെയിനിന്റെ ഭാഗം മാത്രം തകരുന്നതും ആകാം. ലോക്കൽ ആയിട്ടുള്ള ഡാമേജും ആകാം, വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഡാമേജും ആകാം. ഓക്കെ, അപ്പോ സൈക്കോപത്തോളജിക്കൽ ആൻഡ് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് ആർ റിലേറ്റഡ്. ഞാൻ പറഞ്ഞതുപോലെ ന്യൂറോ കോഗ്നിറ്റീവ്, തലച്ചോറിനെ എന്ത് ബാധിച്ചാലും അത് നിങ്ങളുടെ ബിഹേവിയർ, മൂഡ് ആൻഡ് പേഴ്സണാലിറ്റീനെ മൊത്തം ബാധിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ആയിട്ട് സിമിലാരിറ്റി ചില കേസസിലൊക്കെ ഈ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സിന് തോന്നാം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏത് ഡയഗ്നോസിസ് ചെയ്യുമ്പോഴും ആദ്യം സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റ് ഫസ്റ്റ് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡർ ഒന്നും അല്ലല്ലോ എന്ന് റൂൾ ഔട്ട് ചെയ്ത ശേഷമേ ബാക്കിയുള്ള ഡയഗ്നോസിസിലേക്ക് പോകുള്ളൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സിൽ 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് അതിനെ തിരിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെലിറിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ ആണ്. അപ്പോൾ ഡെലിറിയം നമ്മൾ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡേഴ്സിനെ അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡെലിറിയം എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിരുന്നു. ബേസിക്കലി റിയാലിറ്റിയുമായിട്ട് ടച്ച് നഷ്ടപ്പെടുന്നതിനെയാണ് ഡെലിറിയം എന്ന് പറയുന്നത്.
ഐഡന്റിറ്റി നഷ്ടപ്പെടുക, സെൻസ് ഓഫ് മറ്റേ സെൽഫ് എന്നുള്ള കൺസെപ്റ്റ് നഷ്ടപ്പെടുക, ചെറിയ രീതിയിൽ ഹാലുസിനേഷനോ ഡിലൂഷനോ സംഭവിക്കുക, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുക, പെട്ടെന്ന് മെമ്മറി ലോസ് വരിക, ഇതിനൊക്കെ ഡെലീറിയം സ്റ്റേജ് എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡെലീറിയം എന്ന ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡറിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കൺഫ്യൂഷൻ, ഡിസ്റ്റർബ്ഡ് കോൺസെൻട്രേഷൻ ആൻഡ് കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ഡെലീറിയം നിലനിൽക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂറായിരിക്കും ഡെലീറിയം സ്റ്റേജിലൂടെ ആ വ്യക്തി കടന്നു പോകുക. ആ സമയത്ത് ആ വ്യക്തി എവിടെയാണെന്നോ, ആ വ്യക്തിക്ക് എന്ത് ജോലിയാണെന്നോ, അത്തരത്തിലുള്ള മെമ്മറീസ് എല്ലാം നഷ്ടപ്പെടും, സെൻസ് ഓഫ് സെൽഫ് മൊത്തം നഷ്ടപ്പെടും, ഈ ഇല്ലാത്ത ഹാലുസിനേഷനോ ഡിലൂഷൻസോ ഒക്കെ ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്തു എന്ന് വരാം. ഓക്കെ, അങ്ങനെ ഉള്ള ഒരു എപ്പിസോഡിനെയാണ് നമ്മൾ ഡെലീറിയം എന്നുള്ള പേര് കൊണ്ട് വിളിക്കുന്നത്. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ഡിസോർഡേഴ്സിലും അതിന്റെ ഒരു സിംറ്റം ആയിട്ടും ഡെലീറിയം വരാട്ടോ. ഡെലീറിയം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു ഡിസോർഡർ ആയിട്ട് നിലനിൽക്കാം, വലിയ വല്ല രോഗങ്ങളുടെ ഒരു സിംറ്റം ആയിട്ടും ഡെലീറിയം വരാം. ആൽഷൈമേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഡെലീറിയം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത കൂടും. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ചും കൂടി ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേജർ സിംറ്റംസ് നമുക്ക് നോക്കാം. ഈ ഡിസ്റ്റർബൻസ് ഇൻ അറ്റൻഷൻ, അതായത് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും ചില ആൾക്കാരിൽ. ഇവരുടെ പേരൊന്നും വിളിച്ച് ഇവർ നോക്കില്ല, ഇവര് വേറെ ഏതോ ലോകത്തായിരിക്കും. ഓക്കെ, ഒരു കാര്യത്തിൽ ഇവർ ഫോക്കസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ തന്നെ ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ പേര് വിളിക്കുമ്പോൾ നമ്മുടെ ആ സൗണ്ടിലേക്ക് അറ്റൻഡ് ചെയ്യാനോ നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനോ ഇവർക്ക് സാധിക്കില്ല. അങ്ങനത്തെ സിംറ്റംസ് ചില ആൾക്കാർ കാണിക്കാറുണ്ട്. അവയർനെസ്, അല്ലെ, ചുറ്റുപാടിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഇവർക്ക് നഷ്ടപ്പെടും. ചിലപ്പോ ഈ ചിന്തിക്കുന്ന വ്യക്തി ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ, ഡെലീറിയം എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്യുകയാണെന്നൊന്നും ആലോചിക്കില്ല, റോഡിന്റെ നടുവിലൊക്കെ നിന്നിട്ട് അവർ അവരുടേതായിട്ടുള്ള ലോകത്തിൽ ആയ പോലെ ഒരു ഫീൽ ഒക്കെ ഉണ്ടായിരിക്കും. സോ ഇവരിത് ഡെലിബറേറ്റ്ലി ചെയ്യുന്നതല്ല, ഈ ഒരു അറ്റൻഷൻ ആൻഡ് അവയർനെസ് ഒക്കെ ഇവർക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, അതൊരു സിംറ്റം ആയിട്ട് കാണാറുണ്ട്. പിന്നെന്താണ്, ഡിസ്റ്റർബൻസ് ഡെവലപ്സ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതെ, കുറച്ച് മണിക്കൂറുകളോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിരിക്കും ഈ ഡെലീറിയം നിലനിൽക്കുക. ലൈഫ് ലോങ് ഡെലീറിയം അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ അതിനെ മറ്റൊരു ഡിസോർഡർ ആയിട്ടായിരിക്കും നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഹയർ ഡിസോർഡേഴ്സ് ഒക്കെ ആയിട്ടായിരിക്കും ഡയഗ്നോസ് ചെയ്യുക. ഇത് കുറച്ച് മണിക്കൂറുകൾ, ഒരു ദിവസത്തിന്റെ കുറച്ച് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങളോ, ഒരു എപ്പിസോഡിക് അറ്റാക്ക് പോലെയാണ് ഈ ഡെലീറിയം ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരിക. ഓക്കെ, അത് എല്ലാ ഡെലീറിയം ഒരേപോലെ ആവണമെന്നില്ല. അതിന്റെ സിവിയറിറ്റി, അതിന്റെ തീവ്രത ഭയങ്കര വേരിയിങ് ആയേക്കാം. ചില സമയത്ത് ഈ മറ്റേ അറ്റൻഷൻ മാത്രമേ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അവയർനെസ്സേ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ചില സമയത്ത് ഫുൾ അംനീഷ്യ, ഫുള്ളായിട്ട് മറവി, ഫുള്ളായിട്ട് ഹാലുസിനേഷൻ, ഡിലൂഷൻസും ആ രീതിയിലുള്ള അവസ്ഥയിലേക്കും പോകാം. ഓക്കെ, അപ്പൊ സിവിയറിറ്റിയും വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, മെമ്മറി ഡെഫിസിറ്റ്, ഡിസോറിയന്റേഷൻ, ലാംഗ്വേജ്, വിഷ്വൽ സ്പേഷ്യൽ എബിലിറ്റി ആൻഡ് പെർസെപ്ഷൻ ഒക്കെയാണ് ഹാലുസിനേഷൻ ആൻഡ് ഡിലൂഷൻസ് വരുന്നത്. ഓർമ്മ പോകുന്നത്, ഡിസോറിയന്റേഷൻ, എവിടെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് അവർക്ക് അറിയുന്നില്ല, ആ ഒരു അവസ്ഥ. ലാംഗ്വേജ്, ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ചില ആൾക്കാർ പോയേക്കാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഇവര് കംപ്ലീറ്റ്ലി റിയാലിറ്റി ആയിട്ടുള്ള ടച്ച് ഇവർക്ക് നഷ്ടപ്പെടും, ഇവരുടെ ആ സെൻസ് ഓഫ് സെൽഫ് മൊത്തത്തിൽ നഷ്ടപ്പെടും. അത് കാരണം ഇവര് ഒരു ട്രബിൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് കുറച്ച് ദിവസങ്ങളോ ചില കേസസിൽ കുറച്ച് മണിക്കൂറുകളൊക്കെ ആയിരിക്കും നിലനിൽക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഈ ഡെലീറിയം എന്ന് പറയുന്നത് എൽഡേർലി പീപ്പിൾ, അതായത് വയസ്സായിട്ടുള്ള ആൾക്കാർ, ഒരു 70 വയസ്സ് 80 വയസ്സൊക്കെ റീച്ച് ചെയ്യുന്ന ആൾക്കാർ ഈ ഡെലീറിയം എപ്പിസോഡ്സ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഏജിങ് തന്നെയാണ്. തലച്ചോറ് സ്വാഭാവികമായിട്ട് ഏജ് എത്തുമ്പോൾ, ഒരു പ്രായപരിധി കഴിയുമ്പോൾ, നമ്മൾ ഓൾഡ് ഏജിലേക്കൊക്കെ എത്തുമ്പോൾ ന്യൂറോൺസ് ഒക്കെ മെല്ലെ മെല്ലെ നശിച്ചു തുടങ്ങും, പഴയ രീതിയിലൊന്നും ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാരണം ഈ ഡെലീറിയം എന്ന് പറയുന്ന എപ്പിസോഡിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചില ആൾക്കാർ കാണിക്കാറുണ്ട്, ഏജിങ് റിലേറ്റഡ് ആയിട്ട് കാണിക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇമ്പോർട്ടന്റ് കോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പ്രായമാവുക, വയസ്സാവുക, ശരീരത്തിന്റെ ഫങ്ഷനിങ് ഒന്നും നേരെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ള ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രെയിൻ ഇഷ്യൂ ആയിട്ട് ഈ ഡെലീറിയത്തെ അധികം ആൾക്കാരും കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഒരു റിസ്ക് ഫാക്ടർ. പിന്നെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെലീറിയം വരാനുള്ള സാധ്യത കൂട്ടുന്നത് സിഗരറ്റ് ആൻഡ് ടുബാക്കോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇതേപോലത്തെ ഡെലീറിയം എപ്പിസോഡ്സ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ കുറെ കാലമായിട്ട് അഡിക്ട്സ് ഒക്കെയാണ്, അല്ലെങ്കിൽ കുറെ കാലമായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ 80 വയസ്സിൽ വരുന്ന ഡെലീറിയം ചിലപ്പോൾ 60 വയസ്സിലൊക്കെ വന്നേക്കാം. ഓക്കെ, പിന്നെ ബ്രെയിനിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രെയിനിൽ എന്തെങ്കിലും സർജറി ചെയ്യുകയോ എന്തെങ്കിലും ഒരു ഏരിയ റിമൂവ് ചെയ്ത് കളയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സിംറ്റംസ് ആയിട്ട് ഡെലീറിയം കാണിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അതേപോലെ ബ്രെയിനിന് എന്തെങ്കിലും ഇഞ്ചറീസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വല്ല ഡെലീറിയം, അത് കാരണം എന്തെങ്കിലും ഡെലീറിയം കാണിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ
സബ്സ്റ്റൻസ് അബ്യൂസസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ വിഡ്രോവൽ സിംറ്റംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹാലുസിനേഷൻ, ഡിലൂഷൻസ്, ഓറിയന്റേഷൻ നഷ്ടപ്പെടുന്നത് ഒക്കെ നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള മെത്താംഫെറ്റമിനോ അല്ലെങ്കിൽ കൊക്കെയിനോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ആ ഡ്രഗ്സ് വിഡ്രോ ചെയ്യുമ്പോൾ ശരീരം റിയാക്ട് ചെയ്യുന്നത് ഡെലീറിയത്തിലൂടെ ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ആൽക്കഹോൾ, യെസ്, ആൽക്കഹോളിലും വരും, ആൽക്കഹോൾ വിഡ്രോവലിലും വരും, സിവിയർ ആൽക്കഹോളിക് ഒക്കെ ആണെങ്കിൽ കാണാറുണ്ട്. അപ്പൊ ഈ ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാരണം ഡെലീറിയം സംഭവിച്ചേക്കാം. സോ ഇതൊരു ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിസോർഡർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു എപ്പിസോഡാണ്, കുറച്ച് സിംറ്റംസ് ആണ് കാണിക്കുന്നത്, അല്ലെ? അപ്പോ ഐഡന്റിഫൈങ് ദ അണ്ടർലൈങ് കോസ് ഓഫ് ഡെലീറിയം ആൻഡ് ട്രീറ്റിംഗ് ഇറ്റ് ഈസ് എസെൻഷ്യൽ. ചില ആൾക്കാർക്ക് പ്രായമാകുന്നത് കൊണ്ടായിരിക്കാം ഡെലീറിയം വരുന്നത്, ചില ആൾക്കാർക്ക് ടുബാക്കോ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, ചില ആൾക്കാർക്ക് ബ്രെയിൻ ഇഞ്ചറി കാരണമായിരിക്കാം, ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്തത് കൊണ്ടായിരിക്കാം, ചില ആൾക്കാർക്ക് അൽഷൈമേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു റൂട്ട് കോസ്, മൂല കാരണം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഈ ഡെലീറിയം എന്നുള്ള ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്ത നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്തുകൊണ്ടാണ് ഡെലീറിയം വരുന്നത്? ഏജ് റിലേറ്റഡ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഇനി ഇത് മാനേജ് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. മറ്റുള്ള കോസസ് ആണെങ്കിൽ അതിനെ എങ്ങനെ ഒഴിവാക്കാം, ആ രീതിയിലായിരിക്കും ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് നടക്കുക എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കാം. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ന്യൂറോലെപ്റ്റിക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വിടുന്ന കുറച്ച് മെഡിക്കേഷൻസ് ഉണ്ട്. ആ മെഡിക്കേഷൻസ് കൊടുക്കും. ഈ ഡെലീറിയത്തിന്റെ എപ്പിസോഡ്സിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മെഡിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതേപോലത്തെ വല്ല അണ്ടർലൈങ് കോസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യും. ടുബാക്കോ, ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് നിർത്തുക. ആ രീതിയിൽ ഡെലീറിയത്തെ നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റും. ഇനി ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്, ഏജ് റിലേറ്റഡ് ആയിട്ടാണ് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് എന്ന് വിചാരിക്കുക. എൽഡർലി പീപ്പിൾ ആണ്, ഒരു പ്രായം കഴിഞ്ഞു, അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡെലീറിയം എങ്കിൽ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, എങ്ങനെ ഈ ഡെലീറിയം ഉള്ള വ്യക്തിയെ മാനേജ് ചെയ്യാം. അവരുടെ കെയർ ടേക്കേഴ്സ് ഉണ്ടാവില്ല, അവരെ നോക്കുന്ന ആൾക്കാർ, അവർക്ക് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കും. ഇവരുടെ ലൈഫ് എങ്ങനെ മാനേജ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴൊക്കെയാണ് ഇത് ഉണ്ടാവാൻ സാധ്യതയുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അത്തരത്തിലുള്ള കേസസിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇതിന്റെ കോസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് വലിയ എന്തെങ്കിലും രോഗത്തിന്റെ സൂചനയും ആകാം. ഓക്കെ, ഇനി ഇതിന്റെ എന്തെങ്കിലും ഡെലീറിയത്തിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഡെലീറിയം എന്ന് പറയുന്നത് ഏറ്റവും ഒരു ലോവർ ലെവലിൽ കിടക്കുന്ന ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ. ഇനി ഡിമെൻഷ്യ അല്ലെങ്കിൽ എന്താ പറയുക, ഓർമ്മക്കുറവിൽ നിന്ന് തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ ആസ്പെക്റ്റുകളെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. DSM-4 അതിനെ ഡിമെൻഷ്യ എന്നുള്ള പേരിലാണ് വിളിച്ചിരുന്നതെങ്കിലും DSM-5 മേജർ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷനിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, മേജർ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ബേസിക്കലി ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ബാധിക്കപ്പെടാം. അറ്റൻഷൻ, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ്, ഓർമ്മശക്തി, ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ്, പെർസെപ്ഷൻ, കാര്യങ്ങൾ കേൾക്കുക, കാണുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ, സോഷ്യൽ കോഗ്നിഷൻ, മറ്റൊരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം, സോഷ്യൽ മാനേഴ്സ് കീപ്പ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് വരുമ്പോൾ ഡിസേബിൾഡ് ആകാം. ബേസിക്കലി നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ഹാൾട്ട് ആകുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ് മേജർ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഓർമ്മക്കുറവും കോൺസെൻട്രേഷൻ, അറ്റൻഷൻ അങ്ങനെ എല്ലാം മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നു. അത് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുന്നു. അതാണ് ഈ ഡിസോർഡറിന്റെ പ്രത്യേകത. ഓക്കെ, അധികം കേസസിലും മെമ്മറി ലോസിലാണ് തുടങ്ങുക. ചെറിയ രീതിയിലുള്ള മറവി, ഓർമ്മക്കുറവുകളൊക്കെയാണ് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഇനീഷ്യൽ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അത് മെല്ലെ 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 ഗ്രാജുവൽ പ്രോഗ്രസ്സോടുകൂടി ലാസ്റ്റ് സിവിയർ ആയിട്ടുള്ള ഡിസബിലിറ്റി അല്ലെങ്കിൽ ആ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, കോമ പോലത്തെ സ്റ്റേറ്റിലൊക്കെ ആ വ്യക്തി എത്തുന്നത് വരെ ഈ രോഗം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും ഡിമെൻഷ്യ അല്ലെങ്കിൽ മേജർ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡറിൽ ബാധിക്കപ്പെടാം. ഈ ഒരു കാറ്റഗറിയിൽ തന്നെ 50-ൽ പരം ഡിസോർഡേഴ്സ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 50 ഡിസോർഡേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാം നമ്മളൊന്നും നോക്കില്ല. നമ്മൾ 3 എണ്ണമാണ് നോക്കാൻ പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റോ ക്യൂവറോ ഇല്ലാത്ത, പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റാത്ത 3 രോഗങ്ങൾ: പാർക്കിൻസൺസ് ഡിസീസ്, ഹണ്ടിങ്ടൺസ് ഡിസീസ് ആൻഡ് അൽഷൈമേഴ്സ്. ഓക്കെ, അപ്പൊ ഈ 3 രോഗങ്ങളെ കുറിച്ചായിട്ടായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പാർക്കിൻസൺ ഡിസീസ്. പാർക്കിൻസൺ ഡിസീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ സെലിബ്രിറ്റീസ് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് അലിക്ക് പാർക്കിൻസൺ ഡിസീസ് ആയിരുന്നു.
അതേപോലെ ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിനിമ സീരീസ് ഉണ്ട്. അതിലുള്ള ഒരു പയ്യനുണ്ട്, അവന്റെ കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല. അവന് 30 വയസ്സാകുമ്പോഴട്ടെ തോന്നുന്നു പാർക്കിൻസൺസ് ഡിസീസ് റെക്കഗ്നൈസ് ചെയ്തത്, ഡയഗ്നോസ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ പ്രധാന സിംറ്റം എന്ന് പറയുന്നത് ഇതൊരു മോട്ടോർ സിംറ്റം ആണ് കാണിക്കുക. മോട്ടോർ സിംറ്റം എന്ന് പറഞ്ഞാൽ എന്താ? റെസ്റ്റിംഗ് ട്രമേഴ്സ് ഓർ റിജിഡ് മൂവ്മെന്റ്സ്. മുഹമ്മദ് അലിയുടെ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക്, ഈ വയസ്സായ ശേഷമുള്ള വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൈയും കാലും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും, ചെറിയ രീതിയിൽ ഈ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നീട്ടിയിട്ട് സ്റ്റേബിൾ ആയിട്ട് വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തി ബ്രെയിനിന്റെ ഒരു സിംറ്റം ആണ്, അല്ലെങ്കിൽ ഹെൽത്തി ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷനാണ്. നമുക്ക് കൈ ട്രമേഴ്സ് കുറവിലാക്കിയിട്ട്, വിറയൽ കുറവിലാക്കിയിട്ട് കൈ സ്ട്രെയിറ്റ് ആക്കി വെക്കുക എന്ന് പറയുന്നത്. ഈ പാർക്കിൻസൺ ഡിസീസ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ പറ്റിക്കൊള്ളണം എന്നില്ല. ഇവരുടെ കൈയൊക്കെ എപ്പോഴും ഇങ്ങനെ ട്രമേഴ്സ് വിറച്ചുകൊണ്ടേയിരിക്കും, ബോഡി ബാലൻസ് ഒക്കെ എപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, എപ്പോഴും വീഴാൻ പോകുന്നത് പോലെയൊക്കെ തോന്നും. ഓക്കെ, അപ്പോ മോട്ടോർ സിംറ്റംസ് ആണ് പാർക്കിൻസൺ ഡിസീസ് അധികം കാണിക്കാറുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ട്രമേഴ്സ്, റിജിഡ് മൂവ്മെന്റ്സ്, അതായത് ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ ബോഡി പഴയ പോലെ ഫ്ലൂയിഡ് ആയിട്ട് ഓടാനും ചാടാനൊന്നും പറ്റില്ല. കുറച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ട്, അത് മാത്രമേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര റിജിഡ് ആവും ബോഡി. ഓക്കെ, ഈ ക്ലാസ്സിന് ശേഷം മുഹമ്മദ് അലിയുടെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കൂ, സിംറ്റംസ് കറക്റ്റ് ഇന്റർവ്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അണ്ടർലൈൻ കോസ്, ഇതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഡോപ്പമിൻ ന്യൂറോൺസ്, ബ്രെയിനില് ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതിനെ സ്വീകരിക്കുന്ന ന്യൂറോൺസിന്റെ നാശം, ലോസ്, ഡാമേജ് ആണ് ഇതിന്റെ അണ്ടർലൈങ് കോസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഈ ഡോപ്പമിൻ ന്യൂറോൺസ് ബ്രെയിനിൽ ഏത് ഏരിയയില്, സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നശിക്കുന്നതാണ് പാർക്കിൻസൺ ഡിസീസിന്റെ ഒരു കോസ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുള്ളത്. അപ്പൊ ഈ രോഗമുള്ള ആൾക്കാർക്ക് ഡോപ്പമിൻ ന്യൂറോൺസ് ഈ ബ്രെയിൻ ഏരിയയിൽ കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി മോട്ടോർ സിംറ്റംസ് ആണ് ഇനീഷ്യൽ സ്റ്റേജസിൽ കാണിക്കുകയെങ്കിലും പാർക്കിൻസൺ ഡിസീസ് ഉള്ള വ്യക്തികൾക്ക് ഡിപ്രഷൻ, ലേറ്റർ സ്റ്റേജസിൽ ഡിപ്രഷൻ, ഞാൻ പറഞ്ഞ പോലത്തെ ബിഹേവിയർ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി, അപ്പതി, പ്ലഷർ ഇല്ലാത്ത അവസ്ഥ, കോഗ്നിറ്റീവ് പ്രോബ്ലംസ്, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, പ്രോബ്ലം സോൾവിങ്, അതിനൊക്കെ ബാധിക്കുന്ന, ചില കേസസിൽ ഈവൻ ഹാലുസിനേഷൻ ആൻഡ് ഡിലൂഷൻ വരെയൊക്കെ വരാം. അപ്പോൾ ഇനീഷ്യലി മോട്ടോർ മൂവ്മെന്റ്സിനെയാണ് ബാധിക്കുന്നതെങ്കിലും മെല്ലെ മെല്ലെ ഈ ഡോപ്പമിൻ ന്യൂറോൺസ് നശിച്ച് ഈ വ്യക്തി കംപ്ലീറ്റ്ലി എല്ലാ ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസും ബാക്കിയുള്ള എല്ലാ ലൈഫിനെ എഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യത കൂടി പാർക്കിൻസൺസ് ഡിസീസിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ക്യൂർ ഒന്നുമില്ല. ഈ സിംറ്റം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ മോട്ടോർ മൂവ്മെന്റ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് മെഡിക്കേഷൻസ് കൊടുക്കാറുണ്ട്. പിന്നെ അവരുടെ ആ ബോഡി ബാലൻസ്, കൈയും കാലും അനക്കുന്ന രീതിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയാ എക്സസൈസുകളില്ലേ, ചില രീതിയിലുള്ള എക്സസൈസുകളൊക്കെ കൊടുത്തിട്ട് ട്രെയിൻ ചെയ്തെടുക്കാറുണ്ട്. ഇത് രണ്ടുമാണ് ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ക്യൂർ എന്നുള്ള ഒരു സംഭവം പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതാണ് പാർക്കിൻസൺ ഡിസീസ്. ആ ഡിസീസ് അങ്ങനെ ഫേറ്റൽ അല്ല, ആ ഡിസീസ് കാരണം ഒരു വ്യക്തി മരിക്കുന്നില്ല. ഈ ഡിസീസ് കാരണം ഞാൻ പറഞ്ഞതുപോലെ ചുറ്റുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഇങ്ങനത്തെ ഇമോഷണൽ ഇഷ്യൂസും ഇവരെ മാനേജ് ചെയ്യുന്നതൊക്കെ. ചില കേസസിൽ ഇവർക്ക് ഫുഡ് സ്വാലോ ചെയ്യാം, ഫുഡ് ഇറക്കുക എന്ന് പറയുന്നത് ഒരു മോട്ടോർ മൂവ്മെന്റ് ആണല്ലോ, ഭക്ഷണം സ്വാലോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അത് കാരണം ന്യൂട്രീഷൻ ഒന്നും ഉള്ളിലേക്ക്, ഒരു ഫുഡ് കഴിക്കുന്നത് കുറയുമ്പോൾ ന്യൂട്രീഷൻ ഒന്നും ഉള്ളിലേക്ക് നേരെ കയറാതെ ചിലപ്പോ എന്താ പറയാ ഈ മാൽന്യൂട്രീഷൻ കാരണം മരണം സംഭവിക്കുക, മറ്റ് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുക, ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ അതേപോലത്തെ സിവിയർ ആയിട്ടുള്ള സ്ട്രോക്കോ, ബ്രെയിനിൽ സ്ട്രോക്ക് ഒക്കെ വരാനുള്ള സാധ്യത കൂടുക, അത് കാരണം മരിക്കുക എന്നുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഈ ഡിസീസ് ഇൻ ഇറ്റ് സെൽഫ് ഫേറ്റൽ അല്ല. ഓക്കെ, ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചില ആൾക്കാർക്ക് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ പതുക്കെ വിറയ്ക്കുന്നത്, അത് ഈ പാർക്കിൻസൺ ഡിസീസ് ആണോ? അത് ഈ ട്രെമർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പാർക്കിൻസൺ ആവണമെന്നില്ല. പക്ഷെ പാർക്കിൻസണിന്റെ ഒരു ഫീച്ചറാണ് ട്രെമർ. മറ്റേ ഡിസോർഡേഴ്സ് കാരണം ട്രെമേഴ്സ് ഒക്കെ വരാം. ഓക്കെ, പാർക്കിൻസൺ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റൂല. ഈ ട്രെമേഴ്സ് പാർക്കിൻസണിന്റെ ഒരു ഫീച്ചറാണ് ട്രെമേഴ്സ്, പക്ഷെ മറ്റ് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് വന്നാലും ഈ ട്രെമേഴ്സ് ഒക്കെ കാണിക്കാം. ഓക്കെ, അങ്ങനെയുണ്ട്. മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ഡിസോർഡേഴ്സ് ഉണ്ട് DSM-ൽ, അതിലും ഇതേപോലത്തെ സിംറ്റംസ് ഒക്കെ കാണിക്കാം. അപ്പൊ എല്ലാം പാർക്കിൻസൺ ആവണമെന്നില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, അപ്പൊ അതാണ് പാർക്കിൻസൺസിന്റെ പ്രത്യേകത. ഓക്കെ,
സോ നെക്സ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് ഹണ്ടിങ്ടൺസ് ഡിസീസ് ആണ്. ഇതെല്ലാം കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരാണ്. പാർക്കിൻസൺ കണ്ടുപിടിച്ചത് ജെയിംസ് പാർക്കിൻസൺ, ഹണ്ടിങ്ടൺസ് ഡിസീസ് കണ്ടുപിടിച്ച സൈക്കാട്രിസ്റ്റ് ഹണ്ടിങ്ടൺ ആണ്. അപ്പൊ ആ പേര് ഇങ്ങനെ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ ഹണ്ടിങ്ടൺസ് ഡിസീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രോണിക് പ്രോഗ്രസീവ് കോറിയ, അതിന് കോറിയ എന്നാണ് വിളിക്കുക, കോറിയാണ്. ഇതൊരു ബേസിക്കലി ഒരു മോട്ടോർ സിംറ്റം തന്നെയാണ്. പാർക്കിൻസൺസിൽ കാണിക്കുന്നത് പോലെ മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള ബോഡി മൂവ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിംറ്റം തന്നെയാണ് ഹണ്ടിങ്ടൺസ് ഡിസീസിലും കാണിക്കുക. ഓക്കെ, പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇൻവോളണ്ടറി ആൻഡ് ഇറഗുലർ മൂവ്മെന്റ്സ് ദാറ്റ് ഫ്ലോ റാൻഡംലി ഫ്രം വൺ ഏരിയ ഓഫ് ദ ബോഡി ടു അനദർ. ഇതിന്റെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വേവ് ഒക്കെ ഇടില്ലേ ഡാൻസേഴ്സ് ശരീരത്തിൽ, അപ്പൊ അതേപോലത്തെ വേവുകളൊക്കെ ഇവരുടെ ശരീരത്തിൽ വരും. അപ്പൊ അത് തലേന്നാണ് ആ വേവ് തുടങ്ങുന്നതെങ്കിൽ അവരുടെ ബോഡി മുഴുവൻ ഇങ്ങനെ പോകും. അല്ല ഇവര് ബോഡി ഇങ്ങനെ ഒരു പെൻഡുലം പോലെ ആട്ടുകയാണെങ്കിൽ ആ പെൻഡുലം പോലെ ഇവരിങ്ങനെ ബോഡി ആട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ബോഡിയുടെ ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങി മറ്റൊരു ഏരിയ വരെ അവസാനിക്കുന്ന തരത്തിലുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും ഹണ്ടിങ്ടൺസ് ഡിസീസ് ഉള്ളവർ കാണിക്കുക. വിറയലായിരിക്കില്ല കാണിക്കുക. പാർക്കിൻസൺസിലുള്ള പോലെയുള്ള ട്രമേഴ്സ് ആയിരിക്കില്ല കാണിക്കുക. ഒരു സൈക്ലിക്കൽ മൂവ്മെന്റ് ആയിരിക്കും ഇവരുടെ ബോഡിയിൽ കാണിക്കുക. ഓക്കെ, അത് അവരുടെ കൺട്രോളിൽ നിൽക്കില്ല, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇതിന്റെ കീ ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ബ്രെയിൻ ടിഷ്യൂസ്, തലച്ചോറിന്റെ ഡിസീസ് ടിഷ്യൂസ് ന്യൂറോൺസ് നശിക്കുന്നത് തന്നെയാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് ഐഡന്റിഫൈ ചെയ്യാറുള്ളത്. ഹണ്ടിങ്ടൺ ഡിസീസ് ഉള്ള ആൾക്കാരിൽ ഇപ്പൊ പാർക്കിൻസൺസിൽ പറഞ്ഞതുപോലെ തന്നെ ഇതേപോലത്തെ ബോഡി മൂവ്മെന്റ്സിൽ നിന്ന് തുടങ്ങി പിന്നെ ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്, പിന്നെ ഈ ഡെത്ത് ഒരു 10 to 20 ഇയേഴ്സിൽ ഡെത്ത് സംഭവിക്കും. അത് ഈ ഒരു രോഗം കാരണമല്ല ഡെത്ത് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ പാർക്കിൻസൺസിന്റെ ആ കേസിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റു രോഗങ്ങൾ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇത്തരം വ്യക്തികളിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഓക്കെ, അപ്പൊ അത് കാരണം ഈ മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ പോകുന്നു, ബ്രെയിനിന്റെ ടിഷ്യൂസ് ഒക്കെ നശിക്കുന്നു, ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാവുന്നു. അത് കാരണം മറ്റു രോഗങ്ങൾ വന്നിട്ട് മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഒരു മോട്ടോർ സിംറ്റം ആയിട്ട് തുടങ്ങിയിട്ട് വീണ്ടും ഒരു സിവിയർ ഡിസീസ് അല്ലെങ്കിൽ സിവിയർ ഡിസബിലിറ്റി എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു ഡിസീസ് തന്നെയാണ് ഹണ്ടിങ്ടൺസ് ഡിസീസ്. ഇതിന്റെ കോസ് സ്ട്രോങ് ജനറ്റിക് ഫാക്ടർ ഉണ്ട് ഇതിന്. അതായത് ഹണ്ടിങ്ടൺ ജീൻ എന്നുള്ള പേര് വിളിക്കുന്ന ഒരു ഡോമിനന്റ് ജീൻ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, ക്രോമസോം 4 ഈ ഒരു ഹണ്ടിങ്ടൺ ജീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹണ്ടിങ്ടൺസ് ഡിസീസ് വരാനുള്ള സാധ്യത 50% ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡോമിനന്റ് ജീൻ ഉള്ള ആൾക്കാരിൽ ഇത് കൂടുതൽ കണ്ടുവരാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ പാരന്റ്സിനോ അല്ലെങ്കിൽ ഒരു ലൈഫ് ഹിസ്റ്ററി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഹണ്ടിങ്ടൺ ഡിസീസിലുള്ള ഫാമിലിയിൽ അതിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫാമിലിയിലുള്ള ആർക്കെങ്കിലും പാരന്റ്സിനോ അപ്പൂപ്പനൊക്കെ ഈ രോഗം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് 50% ഓഫ് ചാൻസ് നിങ്ങളുടെ പാരന്റ്സിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് 50% ആയിരിക്കും. ഇതൊരു ഡോമിനന്റ് ജീൻ ആയതുകൊണ്ട് പെട്ടെന്ന് പാസ് ചെയ്യാറുണ്ട് അടുത്ത ജനറേഷൻസിലേക്ക്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രോങ് ജനറ്റിക് കോമ്പണന്റ് ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ഒരു കോമ്പണന്റ് ഉള്ളത് കൊണ്ട് ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഈ രോഗം വരാൻ റിസ്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പല ജനറ്റിക് ടെസ്റ്റുകളിലൂടെയും കണ്ടുപിടിക്കാൻ പറ്റും. ഈ ക്രോമസോം 4 ഈ സിംഗിൾ ഡോമിനന്റ് ജീൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ ഈ ഡിസോർഡർ വരാൻ എനിക്ക് സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ ഈ രോഗത്തെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മോട്ടോർ റിലേറ്റഡ് ഡിസോർഡർ തന്നെയാണ്. സൈക്ലിക്കൽ മൂവ്മെന്റ് ആയിരിക്കും ബോഡി കാണിക്കുക എന്നുള്ളത് മാത്രം. ഒരു ശരീരഭാഗത്ത് നിന്ന് തുടങ്ങി മറ്റൊരു ശരീരഭാഗത്തിലേക്ക് മോട്ടോർ മൂവ്മെന്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യൂർ ഒന്നുമില്ല, മാനേജ്മെന്റ് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ഫേറ്റൽ ആയിട്ടുള്ള മറ്റൊരു രോഗമാണ് അൽഷൈമേഴ്സ് ഡിസീസ്. നമ്മുടെ തന്മാത്ര എന്ന് പറയുന്ന സിനിമ അല്ലേ, തന്മാത്ര തന്നെയല്ലേ നമ്മുടെ, അതിലൂടെ വളരെ മനോഹരമായിട്ട് ബ്ലസ്സി മോഹൻലാലൊക്കെ ചേർന്നിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഡിസീസിന്റെ ഒരു ഭയാനകത എന്ന് പറയുന്നത്, ആ പേടിപ്പെടുത്തുന്ന സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു പ്രോഗ്രസീവ് ഡിസോർഡർ ആണ്. അധികം കേസസിലും ഡയഗ്നോസ് ചെയ്തൊരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 to 10 ഇയേഴ്സിലൊക്കെ മരണം സംഭവിക്കുന്ന ഒരു ഡിസോർഡർ ആണ്. നേരത്തെ ഡിസോർഡേഴ്സിൽ കാണുന്നത് പോലെ തന്നെ ന്യൂറോണുകൾ ഡീജനറേറ്റ് ആകുക, ന്യൂറോണുകൾ നശിച്ചു പോകുന്നതാണ് അൽഷൈമേഴ്സ് ഡിസീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അൽഷൈമേഴ്സ് രോഗം തുടങ്ങുന്നത് മെന്റൽ ഡിറ്റോറിയേഷൻ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സ്കില്ലുകൾ, എസ്പെഷ്യലി മെമ്മറി. ഓക്കെ, ഓർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി ഇങ്ങനെ മെല്ലെ മെല്ലെ മറന്നുകൊണ്ടിരിക്കുക. ഷോർട്ട് ടേം മെമ്മറി ലോസ് എന്നൊക്കെ നമ്മൾ പറയും.
എവിടെയാ കണ്ണട വെച്ച് എവിടെയാ പേന വെച്ചെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്നും ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന ഫയൽ എടുക്കാൻ മറക്കുക. അത്തരത്തിലുള്ള ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ മറന്നു തുടങ്ങും. അതാണ് ഇനീഷ്യൽ സിംറ്റം എന്ന് പറയുന്നത്. പേഴ്സൺ മേ ഹാവ് ഡിഫിക്കൽട്ടി റീകോളിംഗ് ഇവന്റ്സ്, മേക്ക് മോർ എറേഴ്സ് അറ്റ് വർക്ക്, അല്ലെ, ജോലിയിലൊക്കെ ഒരുപാട് തെറ്റുകൾ ഇങ്ങനെ സംഭവിക്കും ഈ ഓർമ്മക്കുറവ് കാരണം. ഓർ ടേക്ക് ലോങ്ങർ ടു കംപ്ലീറ്റ് റൂട്ടീൻ ടാസ്ക്. ഇപ്പൊ എഴുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പേജ് ഒരു 10 മിനിറ്റിൽ എഴുതാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ മെന്റൽ ഡിറ്റോറിയേഷൻ കാരണം ആ വ്യക്തിക്ക് എഴുതുന്ന സ്പീഡ് കുറയുക, ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക, അത്തരത്തിലുള്ള സിംറ്റംസും കാണാറുണ്ട് സാധാരണയായിട്ട്. അപ്പോൾ ഇനീഷ്യലി തുടങ്ങുക മെമ്മറി ലോസിൽ നിന്നാണ് അൽഷൈമേഴ്സ്. ഓക്കെ, ഇതിന്റെ കാരണമായിട്ട് പറയുന്നത് നമുക്ക് എക്സാക്ട്ലി അറിയില്ല, പക്ഷെ ഈ ഡീജനറേഷൻ ന്യൂറോൺസ് നശിക്കുന്നത് ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞ ബ്രെയിൻ ഏരിയ ഉണ്ട്. പല ലോബുകളായിട്ട് പല ഏരിയാസ് ആയിട്ട് ബ്രെയിനിൽ തിരിച്ചിട്ടുണ്ട്. അതിൽ ടെമ്പറൽ ലോബിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. സോ ഈ ടെമ്പറൽ ലോബിൽ ന്യൂറോൺസ് നശിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന കുറച്ച് റിസർച്ചസ് ഉണ്ട്. പിന്നെ ഈ ടെമ്പറൽ ലോബിൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ നിങ്ങൾക്ക് ഡിലൂഷൻസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചില ആൽഷിമേഴ്സ് രോഗം വരുന്ന ആൾക്കാർ ഡിലൂഷൻസ് കാണിക്കാൻ സാധ്യതയുണ്ട്. ഡിലൂഷൻസ് എന്ന് പറയുമ്പോൾ ഈ കോമൺലി റിപ്പോർട്ടഡ് ഡിലൂഷൻ എന്ന് പറയുന്നത് അവിഹിതത്തിന്റെ ഒക്കെയാണ്. അപ്പോൾ ഭാര്യയ്ക്കാണ് അൽഷൈമേഴ്സ് വരുന്നതെങ്കിൽ ഭർത്താവിന് അവിഹിതം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഡിലൂഷൻസ്, ഫേക്ക് ആയിട്ടുള്ള ചിന്തകൾ ആ ഭാര്യയ്ക്ക് ഉണ്ടാകാം. ഓർമ്മക്കുറവും ഡിലൂഷൻസ്. പക്ഷെ ആ ഡിലൂഷൻ ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ ടെമ്പറൽ ലോബിലുള്ള ന്യൂറോൺസ് നശിച്ച് മെല്ലെ മെല്ലെ തുടങ്ങുകയാണ്. അപ്പൊ അവര് നോക്കുമ്പോൾ, പുറത്തുള്ള ആൾക്കാർ നോക്കുമ്പോഴും അവരുടെ ലൈഫിൽ നോക്കുമ്പോഴൊക്കെ ഇതൊരു ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ഫാമിലിയിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ആക്ച്വലി ഇതൊരു എന്താ പറയാ ബ്രെയിൻ ഡീജനറേഷൻ ആണെന്ന് പലരും അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെ മെല്ലെ മെല്ലെ പോയിട്ട് എന്തായിരിക്കും കംപ്ലീറ്റ് ലോസ് ഓഫ് എന്താ പറയാ ഫങ്ഷൻ, ബോഡിയുടെ കംപ്ലീറ്റ് ഫങ്ഷണൽ ലോസ് സംഭവിക്കും. ഓർമ്മയിൽ നിന്ന് തുടങ്ങി ഈ ഡിലൂഷൻസ് ഒക്കെ കാണിക്കാൻ തുടങ്ങും. കുറെ സ്റ്റേജ് കഴിഞ്ഞാൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ പറയാ ഫുഡ്, ഈ നിങ്ങൾ ഭക്ഷണം ഇറക്കുന്നത് വരെ ഒരു മെമ്മറിയാണ്, പ്രൊസീജറൽ മെമ്മറി എന്നൊക്കെ നമ്മൾ പറയും. അത് കംപ്ലീറ്റ്ലി മറക്കും. ഇവർ ഫുഡ് ഇറക്കിക്കൊള്ളണമെന്നില്ല, കഴിക്കാതെ ഭക്ഷണം തുപ്പും, അല്ലെങ്കിൽ പുറത്തേക്ക് തന്നെ വരും. ഓക്കെ, ഈവൻ ചില കേസസിൽ ട്യൂബൊക്കെ ഇടേണ്ടി വരും, യൂറിനേറ്റ് ചെയ്യാൻ പോലും മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റിട്ടേൺ ആവുന്നു. ചുറ്റുള്ള ആൾക്കാരെ ഒന്നും ഓർമ്മയില്ലാത്ത ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്, കോമ സ്റ്റേറ്റിലേക്കൊക്കെ എത്തിയിട്ടാണ് ഈ അൽഷൈമേഴ്സ് ഡിസീസ് ഉള്ള ആൾക്കാർ അധികം മരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഹാർഷ് റിയാലിറ്റി. ഓക്കെ, അപ്പൊ അതാണ് ഈ രോഗത്തിന്റെ ഒരു ഭീകരത എന്ന് പറയുന്നത്. ആർക്കാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏജിങ്, വയസ്സായ ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. 40 വയസ്സിന് ശേഷം അൽഷൈമേഴ്സിന്റെ റിസ്ക് നല്ല രീതിയിൽ കൂടും എന്ന് കുറെ പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, സ്ത്രീകളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത് പുരുഷന്മാരെക്കാളും. കാരണം എന്താണെന്ന് നമുക്കറിയില്ല. വിമൺ കൂടുതൽ വൾണറബിൾ ആണ്, സ്ലൈറ്റ് റിസ്ക് കൂടുതൽ സ്ത്രീകൾക്കാണ് എന്ന് കണ്ടുവരാറുണ്ട്. ലോൺലിനെസ്, ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈൻഡിങ് ആണ്. ഒറ്റപ്പെടുന്ന സ്ത്രീകളിൽ അൽഷൈമേഴ്സ് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇതും എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തികളുടെ തലച്ചോറിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ ന്യൂറോ ഡിജനറേഷൻ ഉണ്ടാകുന്നത് എന്നും അറിയില്ല. പക്ഷെ ഈ ലോൺലിനെസ്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആൾക്കാരിൽ ഈ അൽഷൈമേഴ്സ് ഡിസീസ് വരാൻ സാധ്യതയുണ്ടെന്ന് കുറെ പഠനങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ കൾച്ചറിലൊന്നും ഈ പാരന്റ്സ് ആയിട്ട് ചേർന്ന് നിന്നിട്ടാണ് മക്കൾ അധികവും വളർന്നിട്ടുള്ളത്, അല്ലെ. പുറത്തു പോയി പഠിക്കുന്ന ഒരു ട്രെൻഡ് ഒക്കെ ഒരു ലാസ്റ്റ് 50 ഇയേഴ്സിലൊക്കെ ആയിരിക്കും ഏറിക്കഴിഞ്ഞാൽ വന്നിട്ടുണ്ടായിരിക്കുക. സോ അധികം പാരന്റ്സും യൂസ്ഡ് അല്ല ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് അധികം വ്യക്തികൾ യൂസ്ഡ് അല്ല. സോ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഈ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ്, അൽഷൈമേഴ്സ് പോലത്തെ രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലോൺലിനെസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി നമുക്ക് ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നെ നോർമലായിട്ട് ഹെഡ് ഇഞ്ചറി, തലയിലും അല്ല അപകടം പറ്റുന്നതൊക്കെ റിസ്ക് ഫാക്ടർ ആയിട്ട് കാണാറുണ്ട്. ഡയബറ്റീസ് ആൻഡ് ഒബിസിറ്റി, ഇതെന്താണെന്ന് അറിയില്ല. ഈ ഷുഗർ ഉള്ള ആൾക്കാർക്കും അമിതവണ്ണമുള്ള ആൾക്കാർക്കും ഈ റിസ്ക് ഫാക്ടർ അൽഷൈമേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. എഗെയിൻ കറക്റ്റ് കോസ്, ഇത് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തോ കാരണം കൊണ്ട് ഈ രണ്ട് രോഗങ്ങളും ന്യൂറോ ഡീജനറേഷൻ കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ബ്രെയിനിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനം ഹെൽത്തി ഡയറ്റും നല്ല എക്സസൈസും ആണ്. അത് ഏത് ഡോക്ടറെ അടുത്ത് പോയി നിങ്ങൾ ചോദിച്ചാൽ പറയും. ഒരു 20-സിലും 30-സിലൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങുക, ഫിസിക്കലി നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങുക, ബ്രെയിനിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ പോകാനും നല്ല ഡയറ്റുകൾ കഴിക്കുക. ഓക്കെ, ആ രീതിയിൽ ന്യൂട്രീഷൻ നിലനിർത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു
പ്രിവെന്റീവ് ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ കുറച്ച് ജനറ്റിക് ഫാക്ടേഴ്സ് കണ്ടിട്ടുള്ളത് APP, അമിലോയിഡ് പ്രീകഴ്സർ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക ജീൻ, ആ ഒരു ജീനിലുള്ള മ്യൂട്ടേഷൻസ്. നമ്മൾ നേരത്തെ ഹണ്ടിങ്ടൺ ജീൻ എന്ന് പറഞ്ഞതുപോലെ APP-യിലുള്ള മ്യൂട്ടേഷൻ കണ്ടിട്ടുണ്ട്. PS1 ആൻഡ് PS2 എന്ന് പറയുന്ന പ്രീ സെനിലിൻ 1 ആൻഡ് 2 എന്ന് പറയുന്ന ജീനിലുള്ള മ്യൂട്ടേഷൻസ് കാരണം അൽഷിമേഴ്സ് വരുന്ന ആൾക്കാരുണ്ട്. APOE ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീനാണ്, അപ്പോ ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയും. ഈ ജീനിൽ എന്തെങ്കിലും വ്യതിയാനം സംഭവിച്ചാൽ അൽഷിമേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന റിസർച്ചേഴ്സും ഉണ്ട്. എഗെയിൻ എക്സാക്ട് കോസ് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെ രോഗം വരുമ്പോ നിങ്ങളുടെ തലച്ചോറിൽ ന്യൂറോൺസ് നശിക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ബീറ്റ അമിലോയിഡ്സ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട്, അതൊരു വിഷമാണ് തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം. അത് ബ്രെയിനിൽ ഈ ന്യൂറോൺസ് കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ബീറ്റ അമിലോയിഡ്സ് സെക്രീറ്റ് ചെയ്യുന്നത് കാരണം ന്യൂറോൺസ് മരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ചില ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ അൽഷിമേഴ്സ് വന്ന് മരിക്കുന്ന രോഗികളുടെ ബ്രെയിൻ മുറിച്ചു നോക്കിയാൽ ബീറ്റ അമിലോയിഡ്സിന്റെ ക്വാണ്ടിറ്റി തലച്ചോറിൽ കുറെ രീതിയിൽ കാണാൻ പറ്റും. അപ്പൊ അതൊരു കോസ് ആയിട്ട് പറയാറുണ്ട്. ഓക്കെ, പിന്നെ ക്യൂർ ഒന്നുമില്ല, സിംറ്റം മാനേജ് ചെയ്യുക, കെയർ ഗീവർ ട്രെയിൻ ചെയ്യുക. ഇത്തരത്തിലുള്ള രോഗം വരുന്നവർ മാത്രമല്ല, രോഗം വരുന്ന വ്യക്തികളുമായി ചുറ്റി നിൽക്കുന്ന ആൾക്കാർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അപ്പോ ആ ഒരു കെയർ ഗീവേഴ്സിനെ അവരുടെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അവർക്ക് കൃത്യമായിട്ട് സൈക്കോ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതും കൂടി ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് രണ്ടെണ്ണം കൂടിയേ ഉള്ളൂ. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. സോ വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ ആണ്. അൽഷൈമേഴ്സിന്റെ എല്ലാ സിംറ്റംസും കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ന്യൂറോ ഡീജനറേഷൻ ഇല്ല, ന്യൂറോൺ നശിക്കുന്നത്, അത് ഈ എന്താ ബീറ്റ അമിലോയിഡ്സ് കാരണോ ജീൻസ് കാരണോ ഒന്നും ആയിരിക്കില്ല. എന്തുകൊണ്ടാ ഡിമെൻഷ്യ വരുന്നത്? വാസ്കുലർ റിലേറ്റഡ് പ്രോബ്ലം, തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ എന്തെങ്കിലും പ്രശ്നം കാരണം കൃത്യമായിട്ട് രക്തം കിട്ടാതിരിക്കുകയോ രക്തം കട്ട പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് വാസ്കുലർ ഡിമെൻഷ്യ വരുന്നത്. അപ്പൊ അൽഷൈമേഴ്സ് ഉള്ള ആൾക്കാരുടെ അതേ ഡയഗ്നോസിസ് അല്ലെങ്കിൽ അതേ സിംറ്റംസ് തന്നെയായിരിക്കും ഈ വ്യക്തികൾ കാണിക്കുക. പക്ഷെ അത് എന്താ പറയാ, നമുക്ക് ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. സ്മോൾ സ്ട്രോക്സ് ഡിസ്ട്രോയ് ബ്രെയിൻ ടിഷ്യൂ, അതായത് തലച്ചോറിൽ ചെറിയ സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരിക്കും, ഇത് ആരും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ഈ ചെറിയ ചെറിയ സ്ട്രോക്ക് കാരണം രക്തക്കുഴലിൽ ബ്ലോക്ക് ആയി നിൽക്കുമ്പോൾ അത് ബ്രെയിൻ ടിഷ്യൂ നശിപ്പിക്കുന്നത് കാരണമാണ് വാസ്കുലർ ഡിമെൻഷ്യ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വലിയ സ്ട്രോക്ക് വരുന്നതിന് മുന്നേ ഈ സ്ട്രോക്കുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ട്രീറ്റ് ചെയ്താൽ വാസ്കുലർ ഡിമെൻഷ്യ പോകും. അൽഷിമേഴ്സ് പോലെ നിലനിന്ന് പോകുന്ന വേഴ്സ് ആകുന്ന ഒരു രോഗമല്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ രക്തക്കുഴലിൽ വരുന്ന സ്ട്രോക്കുകളാണ് രോഗത്തിന്റെ കോസ് ആയിട്ട് വരുന്നത്, വാസ്കുലർ ഡിമെൻഷ്യയുടെ. അൽഷിമേഴ്സ് ആയിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ടാകും, പക്ഷെ ഈ സ്ട്രോക്ക് ട്രീറ്റ് ചെയ്ത ഈ ഡിസീസ് മാറിപ്പോകും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അംനീസ്റ്റിക് ഡിസോർഡർ ആണ്. അംനീസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത് ഇത്രയും പറഞ്ഞ ഡിസോർഡേഴ്സ് എല്ലാം മേജർ ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡർ ആണ്. അംനീസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത് ജസ്റ്റ് മെമ്മറിയെ മാത്രം ബാധിക്കുന്ന തലച്ചോറിലെ അസുഖങ്ങൾ. അതായത് ബാക്കിയുള്ള ഓവറോൾ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എല്ലാം ഓക്കെ ആയിരിക്കും. മറവി രോഗം എന്ന് പറയില്ലേ നമ്മൾ, വയസ്സായ ആൾക്കാർക്ക് മറവി ഉണ്ട് എന്ന് പറയില്ലേ, അത് തന്നെയാണ് അംനീസ്റ്റിക് ഡിസോർഡർ, അംനീഷ്യ എന്നൊക്കെ വിളിക്കും. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള അറ്റൻഷനും കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഡെയിലി ടാസ്ക് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും, അതിലൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ മറവി അവരുടെ ലൈഫിൽ ഫ്രീക്വന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. രാവിലെ ഭക്ഷണം കഴിച്ചത് എന്താണെന്ന് മറന്നു പോകാം. പിന്നെ ചില കേസസിൽ മരുന്ന് കഴിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ വീണ്ടും വീണ്ടും മരുന്ന് കഴിക്കും, മരുന്ന് കഴിച്ചു എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള മറവി രോഗമാണ് ഈ അംനീസ്റ്റിക് ഡിസോർഡറിന്റെ പ്രത്യേകത. വേറെ ഇപ്പൊ നമ്മൾ കണ്ട ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സിന്റെ സിംറ്റം ഒന്നും കാണിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്രധാന കാരണം ബ്രെയിൻ ഡാമേജ് ആണ്. ബ്രെയിൻ ഡാമേജ് ഏജ് റിലേറ്റഡ് ആയിട്ട് വരാം, പ്രായം കൂടുന്നത് കൊണ്ട് ബ്രെയിൻ ഡാമേജ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ എന്തെങ്കിലും സ്ട്രോക്കോ ഒക്കെ കാരണവും മറവി സംഭവിക്കാം. ഓക്കെ, ആ രണ്ട് രീതിയിലും ബ്രെയിൻ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ വാസ്കുലർ ഡിമെൻഷ്യ ആൻഡ് അംനീസ്റ്റിക് ഡിസോർഡർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ ആ യൂണിറ്റ് മൊത്തം തീർന്നിട്ടുണ്ട്. ഇനി ഇതുവരെ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം.
അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ദാറ്റ് ലാസ്റ്റ് ഫോർ മോർ ദാൻ 30 days ക്യാൻ ബി ഡയഗ്നോസ്ഡ് as 30 ദിവസത്തിന് കൂടുതൽ നിലനിൽക്കുന്ന അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ആണെങ്കിൽ PTSD. PTSD ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. ഡിസോർഡർ അക്കമ്പനീഡ് ബൈ എക്സ്ട്രീം ഹെൽത്ത് ആങ്സൈറ്റി വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് എനി ബോഡിലി സിംറ്റംസ്. ബോഡി സിംറ്റംസ് ഉണ്ടാവില്ല, പക്ഷെ നല്ല ഹെൽത്ത് ആങ്സൈറ്റി ആയിരിക്കും. അത്തരത്തിലുള്ള രോഗം ഏതാണ്? Hypochondriasis. ഹൈപ്പോകോൺട്രിയാസിസ് ആണ്. നമ്മൾ പറഞ്ഞു ലാക്ക് ഓഫ് ബോഡി സിംറ്റംസ്, പക്ഷെ എക്സ്ട്രീം ഹെൽത്ത് ആങ്സൈറ്റി ആയിരിക്കും. പാർക്കിൻസൺസ് ഡിസീസ് ഈസ് അക്കമ്പനീഡ് ബൈ ലോസ് ഓഫ് ഡാഷ് ന്യൂറോൺസ്. ഏത് ന്യൂറോൺസ്, ഏത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോൺസ് ആണ് ഡാമേജ് ആവുന്നത്? ഡോപ്പമിൻ ആണ് വരുന്നത്. യെസ്. വിച്ച് ബ്രെയിൻ ഏരിയ ഈസ് അസോസിയേറ്റഡ് വിത്ത് പാർക്കിൻസൺസ് ഡിസീസ്? ഏത് സ്ഥലത്തെ ഡോപ്പമിൻ ന്യൂറോൺസ് ആണ് നശിക്കുന്നത്? Option B. സബ്സ്റ്റൻഷ്യ നിഗ്രയിലുള്ള ബ്രെയിൻ ന്യൂറോൺസ് ആണ് നശിക്കുന്നത്. അപ്പോലിപ്പോപ്രോട്ടീൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഡിസീസ്? APOE, അപ്പോലിപ്പോപ്രോട്ടീൻ. Alzheimer's. യെസ്, അൽഷൈമേഴ്സിൽ നമ്മൾ 2-3-4 ജീൻസ് പറഞ്ഞു. അപ്പോലിപ്പോപ്രോട്ടീൻ അൽഷൈമേഴ്സിലാണ് വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. Okay, thank you.